ഹലോ വെൽക്കം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി പനീർ ബട്ടർ മസാലയുടെ റെസിപ്പിയാണ്. അതിന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മിൽക്കി മിസ്റ്റിൻ്റെ പനീറാണ്. അത് നമ്മൾ ചെറിയ ക്യൂബ്സായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. പിന്നീട് നമ്മളൊരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ബട്ടർ നല്ലതുപോലെ ഒന്ന് മെൽട്ടായതിന് ശേഷം അതിലേക്ക് ഗ്രാമ്പു, പട്ട, ഏലക്കായ എന്നിവ ചേർത്തിട്ട് നമുക്കൊന്ന് മുപ്പിച്ചെടുക്കണം. പിന്നീട് നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നീട് നമ്മളതിലേക്ക് 2 മീഡിയം സൈസിലുള്ള ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നല്ലതുപോലെ ഒന്ന് വഴറ്റി വരാൻ വേണ്ടിയിട്ട് നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉള്ളി ഒന്ന് വാടി വരുന്നത് വരെ നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നീട് അതിലേക്ക് നമ്മളൊരു തക്കാളിയാണ്, ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി തക്കാളി ഒന്ന് വഴണ്ട് വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നും കൂടി അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അത് കുക്കായതിന് ശേഷം നമ്മളതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നീട് നമ്മളതിലേക്ക് കാഷ്നട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തലേന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിട്ടുള്ളതാണ്. അതൊരു 12 ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നീട് നമുക്കതിലേക്ക് മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്കതിൽ നിന്ന് വാങ്ങി വെക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കിട്ടേണ്ടത്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നീട് അതിലേക്ക് മറ്റൊരു പാൻ വെച്ച് 1 ടീസ്പൂൺ ബട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പനീർ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഓവർ കുക്കാവാൻ പാടില്ല. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് വഴറ്റാം. എന്നിട്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഏതാണ്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് ആയി എടുക്കേണ്ടത്. നമ്മളൊരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ബട്ടർ ഇട്ട് കൊടുക്കണം. നമ്മളൊരു ടീസ്പൂൺ ബട്ടറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ബട്ടർ നല്ലതുപോലെ മെൽട്ടായതിന് ശേഷം നമ്മളൊരു വലിയ ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് നമ്മൾ ഒരു പച്ചമുളക് കീറിയതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ സമയം നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടുള്ള അരപ്പ് നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാം. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിലേക്ക് നമുക്ക് പനീർ ആഡ് ചെയ്ത് കൊടുക്കാം. പനീർ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു തള വരുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. പിന്നീട് നമ്മൾ അതിലേക്ക് കസൂരി മേത്തി ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് കറി റെഡി ആയിട്ടുണ്ട്. പിന്നീട് നമുക്ക് അതിലേക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.